മലയാള ചലച്ചിത്രഗാന ചരിത്രത്തിലെ അനുഗ്രഹീത കൂട്ടുകെട്ടാണ് ശ്രീകുമാരൻ തമ്പി, അർജുനൻ ടീം. ഇവർ ആദ്യമായി കൂട്ടുകൂടുന്നത് 1969 പുറത്തിറങ്ങിയ KP കൊട്ടാരക്കരയുടെ റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിലാണ്. ഈ ചിത്രത്തിൻ്റെ ഗാനങ്ങളുടെ കമ്പോസിംഗ് ശ്രീ കൊട്ടാരക്കരയുടെ വീട്ടിലാണ് നടന്നത്. അർജുനൻ മാസ്റ്റർ ആദ്യമായി ഒരു ട്യൂൺ ചിട്ടപ്പെടുത്തി. അത് കേട്ട ഉടനെ ശ്രീ കൊട്ടാരക്കര ശ്രീകുമാരൻ തമ്പിയെ കൂട്ടി മുറിക്കകത്തേക്ക് പോയത്ര. അർജുനൻ മാസ്റ്റർ വിചാരിച്ചു ചിലപ്പോൾ ഈ ട്യൂൺ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന്. തമ്പി സാർ മുറിക്ക് പുറത്തു വന്നിട്ട് അർജുനൻ മാസ്റ്ററോട് പറഞ്ഞത് കൊട്ടാരക്കരയ്ക്ക് പാട്ടുകളെപ്പറ്റി ഗംഭീര അഭിപ്രായമാണെന്നാണ്. ഇനിയുള്ള ചിത്രങ്ങളിലും അർജുനൻ തന്നെയായിരിക്കും സംഗീത സംവിധായകനെന്നും കൊട്ടാരക്കര തീരുമാനിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ കൂട്ടുകെട്ടിലൂടെ മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് പാട്ടിൻ്റെ പുതിയൊരു പൗർണമി ചന്ദ്രിക ഉദിച്ചു. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗതുഷാരം, നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗതുഷാരം, എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിനോടം, എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിനോടം. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. പുഷ്പിണിയായ ശതാവരി വള്ളിയിൽ തൽപ്പമൊരുക്കി തെന്നൽ, പുഷ്പിണിയായ ശതാവരി വള്ളിയിൽ തൽപ്പമൊരുക്കി തെന്നൽ, ഇത്തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പോ തോഴി, ഇത്തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പോ തോഴി. ഓ ഓ ഓ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. 1976 പുറത്തിറങ്ങിയ ബാലികാബധു എന്ന ഹിന്ദി ചിത്രം ഒരു ബംഗാളി നോവലൈറ്റിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു. ഈ കഥ മുൻപ് തന്നെ ബംഗാളിയിൽ ചലച്ചിത്രമായിരുന്നു. അതിൽ മൗഷുമി ചാറ്റർജിയായിരുന്നു നായിക. അവർക്ക് പല അംഗീകാരങ്ങളും ഈ ചിത്രം നേടിക്കൊടുത്തു. ഈ ബംഗാളി ചലച്ചിത്രം ഹിന്ദിയിൽ നിർമ്മിച്ചത് ശക്തി സാമന്തയായിരുന്നു. സച്ചിനും
രജനി ശർമ്മയുമായിരുന്നു നായിക നായകന്മാർ. ഈ രജനി ശർമ്മയാണ് നമ്മുടെ പ്രേംനസീറിൻ്റെ കൂടെ എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചത്. ഈ ചിത്രത്തിലൂടെയാണ് പ്രശസ്ത ഗായകനായ കിഷോർ കുമാറിൻ്റെയും റൂമ ഗുഹയുടെയും പുത്രനായ അമിത് കുമാർ ആദ്യമായി ഗായകനായി അരങ്ങേറുന്നത്. ഈ ചിത്രത്തിൽ തന്നെ മറ്റൊരു ഗാനം അമിത് കുമാർ പാടി അഭിനയിക്കുകയും ചെയ്തു. ആർ ഡി ബർമൻ്റെ സംഗീതം. ബഡേ അച്ഛേ ലഗ്തേ ഹൈ, बड़े अच्छे लगते हैं